ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർച്ചീസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, പ്രൈമർ ഇട്ടിട്ടുണ്ട്, ഫിക്സിങ് സ്പ്രേ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത കാരണം എന്തായിരിക്കും, മേക്കപ്പ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അത് കാരണമാണ് നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല എന്താ പറയുക, പിന്നെ സൺസ്ക്രീൻ ഒക്കെ തേക്കണ കാരണം കൂടി നമ്മൾ എന്താ പറയുക മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ഇത് ക്ലോഗ് ആവും, നമ്മുടെ പോഴ്സൊക്കെ ക്ലോഗ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാൻ പോണത്, അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോണത്, ഞാൻ ജസ്റ്റ് എൻ്റെ മുടി ഒന്ന് ബാക്കിലേക്കാക്കി ഇടട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ മൊത്തം നനഞ്ഞു പോവേ. ഒരു ഇട്ടൊന്ന് ബാക്കിലേക്ക് ആക്കാം. കാത് കുത്തി കാരണേ എനിക്ക് കാതിന് കൊള്ളുമ്പോൾ ഭയങ്കര വേദനയാണ്. ഓക്കെ, തുടങ്ങിയല്ലോ. ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മൈസലർ വാട്ടറാണ്. അപ്പോൾ ചിലവരൊക്കെ മൈസലർ വാട്ടർ അല്ലാണ്ട് എന്താ പറയുക ഓയിൽ, ക്ലിൻസിങ് ഓയിൽ യൂസ് ചെയ്യും. അല്ലെങ്കിൽ സാധാ പാരഷൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ജോൺസൺ ബേബിയുടെ ബേബി ഓയിലുണ്ട്, അത് യൂസ് ചെയ്യും. ഞാൻ ബേബി ഓയിൽ അതിന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യാറ്, എന്താ പറയുക മസാജ് ചെയ്യാനായിട്ടാണ് ഞാൻ ബേബി ഓയിൽ യൂസ് ചെയ്യാറ്. ഞാൻ ഫസ്റ്റ് തന്നെ ഇത് മൈസലർ വാട്ടർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് നമ്മുടെ ലോറിയാലിൻ്റെ മൈസലർ വാട്ടറാണ്. എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം ഗാർണിയറിൻ്റെ മൈസലർ വാട്ടറാണ്. ജസ്റ്റ് ട്രയലിന് വേണ്ടിയിട്ട് ഞാൻ ഇത് മേടിച്ചതാണ്. ഇതും നല്ല എഫക്റ്റീവാണ്, അങ്ങനെ ഒരു ഇഷ്യൂസ് ഇല്ല, എനിക്ക് ബ്രേക്ക് ഔട്ട്സ് ഒന്നും തന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം ഗാർണിയറിൻ്റെ ആ പിങ്ക് കളർ ടോപ്പുള്ള ഒരു മൈസലർ വാട്ടർ ഇല്ലേ, ഭയങ്കര ഫേമസ് ആണ് ആ സംഭവം. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. എന്നാൽ നമുക്കുള്ളത് വെച്ച് ട്രൈ ചെയ്യാം. അപ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ എന്താ പറയുക, മൊബൈലൊന്ന് വീണ് പോയിട്ടോ. ഞാനിത് ക്യാമറയുടെ ബാക്കിൽ, മൊബൈലിൻ്റെ ബാക്കിൽ മറ്റേ ഗ്രിപ്പുള്ള സാധനമില്ലേ, അത് വെച്ചിട്ട് ഇത് ഇങ്ങനെ മിററിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിങ്ങോട്ട് വീണു. ഇനി വീണ്ടും വീഴുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വേഗം കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ മൈസലർ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈസലർ വാട്ടർ ആരാ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആക്നി പ്രോ ഓയിലി സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മൈസലർ വാട്ടറാണ് നല്ലത്. കാരണം ക്ലിൻസിങ് ഓയിലൊക്കെ ചിലപ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഉണ്ടാക്കും, ഇങ്ങനെ പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ എല്ലാം ക്ലിൻസിങ് ഓയിൽ അങ്ങനെയല്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. സത്യം പറയാലോ, ക്ലിൻസിങ് ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതെനിക്ക് ചെയ്യണം എന്നുണ്ട്. ചെയ്യുമ്പോൾ ഞാൻ അതിനുള്ള അഭിപ്രായം നിങ്ങളോട് പറയാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ഞാൻ പറഞ്ഞില്ലേ ലോറിയലിൻ്റെ മൈസലർ വാട്ടറാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കോട്ടൺ പാഡ് എടുക്കും, അതിലേക്ക് മൈസലർ വാട്ടർ കുറച്ച് നന്നായിട്ട് പിന്നെ പോർ ചെയ്യും. എന്നിട്ട് മേക്കപ്പ് മൊത്തത്തിൽ റിമൂവ് ചെയ്യാം. ഇനിയിപ്പോൾ പേടിച്ച് കൊടുത്തിട്ട് നിൽക്കണം കേട്ടോ, ഇതിപ്പോൾ എവിടെയെങ്കിലും വീഴാം. ഓക്കെ, വേഗം വേഗം നമുക്ക് റിമൂവ് ചെയ്യാം. എല്ലാം പോരും കേട്ടോ. ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് റബ്ബ് ചെയ്തെടുക്കരുത്, ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ എല്ലാം പോരൂട്ടാ. പിന്നെ കണ്ണിൻ്റെ മേളിൽ ഞാൻ ഐലൈനർ ഒന്നും ഇട്ടിട്ടില്ല, ബട്ട് എന്താ പറയുക കൺസീലറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പിന്നെ ഐലാഷ്, മസ്കാര ഇടും, ഉറപ്പായിട്ട് മസ്കാര ഇടും. ഐലൈനറൊക്കെ പോരും കേട്ടോ, വാട്ടർ പ്രൂഫ് ആണെങ്കിലും ഏതാണെങ്കിലും ഐലൈനറൊക്കെ പോരും. നന്നായിട്ട് വൈപ്പ് ചെയ്യുക. ഈ നോസിൻ്റെയൊക്കെ കോർണേഴ്സൊക്കെ ഇല്ല, അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. ഐലാഷ് കുറച്ച് വലുതായ കാരണം എൻ്റെ കണ്ണ് മൊത്തം കറുപ്പാക്കും. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട, ഇപ്പോഴാണ് എൻ്റെ ഡാർക്ക് സർക്കിളൊക്കെ നന്നായിട്ട് കാണുന്നത്. നെക്കിലൊക്കെ ഫൗണ്ടേഷൻ ചെയ്തവർക്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് അവിടെയും ക്ലീൻ ചെയ്യാം. ഓക്കെ, ഫുള്ളിപ്പോൾ പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ശരിക്കുള്ള സ്കിൻ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജെൻറ്റിലായിട്ടുള്ളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യും. ഞാൻ യൂസ് ചെയ്യും എപ്പോഴും മേക്കപ്പ് ചെയ്ത് പുറത്ത് പോയിട്ടൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്തിട്ടൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക കുറച്ചും കൂടി മീൻസ് ഭയങ്കര ജെൻറ്റിലല്ല, അതിനേക്കാളും കുറച്ച് നല്ലൊരു ഫേസ് വാഷാണ് യൂസ് ചെയ്യണം. ഇതിലിപ്പോൾ 2% സാലിസിലിക് ആസിഡ് ഉണ്ട്. സിറാവേറെ തന്നെ എന്താ പറയുക ഫേസ് വാഷാണ്. ഭയങ്കര ജെൻറ്റിലാണ്. ഇത് സെൻസിറ്റീവ് സ്കിന്നൊക്കെ പറ്റിയ ഒരു ഫേസ് വാഷാണ് കേട്ടോ. എനിക്കിത് ഇഷ്ടമാണ് അങ്ങനെ. പക്ഷേ ഇത് ഞാൻ ഡെയിലി ഞാൻ ഫേസ് വാഷ് 2 times ചെയ്യുള്ളൂ. ഒന്നെങ്കിൽ മോർണിംഗ്, പിന്നെ ഒന്നും ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ഞാനൊന്നും ഫേസ് വാഷ് യൂസ് ചെയ്യില്ല. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യണത് നൈറ്റ് ടൈമാണ്. എപ്പോഴെങ്കിലും ഫൗണ്ടേഷൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്ത് പോയൊക്കെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എൻ്റെ കയ്യിലേക്ക് എടുക്കാം. കണ്ടോ, ഇതിങ്ങനെ ലിക്വിഡ് ഫോമാണ്, കുറച്ചെടുത്താൽ മതി. നന്നായി ഇത് ലാദർ ഔട്ടോ. വെള്ളം നല്ല തണുപ്പുണ്ട്, ഒന്ന് വാം വാട്ടർ വരട്ടെ കേട്ടോ. കയ്യിൽ വെച്ചിട്ട് എപ്പോഴും നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ എന്താ പറയുക
മേക്കപ്പ് ഫേസിൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ പാടില്ല കേട്ടോ. അത് ഭയങ്കര സ്കിന്നിന് ഭയങ്കര മോശമാണ്. എപ്പോഴും അത് ശ്രദ്ധിക്കുക. എപ്പോഴും അത് ക്ലീൻ ചെയ്തിട്ട് തന്നെ കിടന്നുറങ്ങാൻ പാടുള്ളൂ. രാത്രി പിന്നെ നിങ്ങൾ വേറെ സ്കിൻ കെയർ ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്താ പറയുക മോയ്സ്ചറൈസറെങ്കിലും തേച്ചിട്ട് കിടന്നുറങ്ങണം കേട്ടോ. സോറി, വെള്ളത്തിന് ഭയങ്കര സൗണ്ട് വന്നു അല്ലേ. ഓഫ് ചെയ്യാൻ പറഞ്ഞു. അയ്യോ നല്ല ചൂടുവെള്ളം. ലൈറ്റ് ആക്കട്ടെ. തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്, അല്ലെങ്കിൽ ഭയങ്കര ചൂട്. നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക ക്ലിൻസിങ് ചെയ്യണത്. ലൈക്ക് മേക്കപ്പ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ്, മേക്കപ്പ് റിമൂവ് ചെയ്യണത് എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്തോളൂ. നിങ്ങൾ നല്ലതായിട്ട് ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ, ലൈറ്റായിട്ട് മേക്കപ്പ് ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തു. എനിക്ക് തോന്നുന്നു കണ്ണിൻ്റെ താഴെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഐലാഷസ് കൂടുതലുള്ള കാരണം കണ്ണിൻ്റെ താഴെ ആ മസ്കാരയുടെ ബ്ലാക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഒന്ന് മൈസൂർ വാട്ടർ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. അതാണ് ഇത്ര ഡാർക്കായിട്ട് തോന്നി. എനിക്ക് ഇത്ര ഡാർക്ക് സ്പോട്ട് ഇല്ല കേട്ടോ. സാധാരണ ഞാൻ ഞാൻ വിചാരിച്ചത് ഇത്ര കറുപ്പായിട്ട് തോന്നുന്നു. ഇത് ശരിക്കും വൈപ്പ് ചെയ്യണം കേട്ടോ. ഞാനിത് വീഡിയോ എടുക്കണ കാരണം മര്യാദയ്ക്ക് വൈപ്പ് ചെയ്യാണ്ടാണ്. ഓ മൈ ഗോഡ്, ഇതെൻ്റെ കെയർലെസ് കാരണം നിങ്ങളൊക്കെ വന്നിട്ട് ചെയ്യണം. പിന്നെ കണ്ണിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വേഗം തന്നെ ഫേസ് ഒന്ന് എന്താ പറയുക വേഗം തന്നെ ഒന്ന് റിൻസ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. അങ്ങനെ എനിക്കിതിലിട്ട് വിഷമമൊന്നും വന്നിട്ടില്ല. കണ്ണിലൊക്കെ പോകാറൊക്കെ ഉണ്ട്. സ്റ്റിൽ ഞാൻ പറയാണ്, നൗ ഇറ്റ്സ് ഓൾമോസ്റ്റ് ക്ലിയർ. ഇത്ര ഉണ്ടായിരുന്നു. ഒന്നും കൂടി ചുമ്മാ വെള്ളം ഒഴിച്ചിട്ട് കഴുകാം. ഓക്കെ, അത്രയുള്ളൂ. നോക്കി അടുത്ത വട്ടം കാണുമ്പോൾ